മുഹമ്മദ് റിയാസ് ബേപ്പൂരിൻ്റെ MLA-യും ഒപ്പം സംസ്ഥാനത്തിൻ്റെ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ട് 5 വർഷക്കാലം ഇങ്ങനെ തെക്ക് വടക്ക് നടന്നതല്ലാതെ സ്വന്തം ബേപ്പൂർ തുറമുഖത്തിന് വേണ്ടി പണി തുടങ്ങുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ എന്ന തുറമുഖ മന്ത്രിയാണ്. റിയാസിന് കേരളയിലും ശബരിമലയും ഒക്കെ ആയിരുന്നു സ്വപ്ന പദ്ധതികൾ. എന്നാൽ സ്ഥലം MLA-ക്ക് വേണ്ടെങ്കിലും PV അൻവറിനെ മത്സരത്തിനിറക്കി അതിശക്തമായ പോരാട്ടം നടത്തിച്ച VD സതീശൻ അത്ര പെട്ടെന്ന് ബേപ്പൂരിനെ മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുകയെന്ന സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയുടെ ഒരു തുടർച്ചയായി ബേപ്പൂർ തുറമുഖത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കാൻ ഉന്നതതല സംഘം എത്തിക്കഴിഞ്ഞു, പണി തുടങ്ങുകയാണ്. തുറമുഖ സെക്രട്ടറിയും മുഖ്യമന്ത്രി VD സതീശൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ രത്തൻ കേൽക്കറും അതുപോലെ കേരള മാരിടൈം ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജെറോമിക് ജോർജുമാണ് തുറമുഖത്തെത്തിയത്. പോർട്ട് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, മറൈൻ സർവേ, തുറമുഖ ഉദ്യോഗസ്ഥരുമായി സംഘം ചർച്ച നടത്തി കാര്യങ്ങൾക്കൊക്കെ വേഗത കൂട്ടി. ഇത്രയും കാലമായിട്ടും ബേപ്പൂരിൽ ഒരു തുറമുഖം കൊണ്ടുവരുന്നതിനോ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ സ്ഥലം MLA-മാർക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ അധികാരങ്ങളും ഉണ്ടായിട്ടും റിയാസ് അത് പാടേ മറന്നു. ജയിപ്പിച്ച ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയാം. എന്നാൽ സതീശൻ അതെല്ലാം ഭംഗിയായി പഠിച്ചു. അതുപ്രകാരം ബേപ്പൂർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ പ്രധാന തടസ്സമായി നിൽക്കുന്നത് ഹാർബർ ബേസിനുള്ള ചെങ്കൽ പാറകളാണ്. ഈ പാറകൾ പൊളിച്ചു നീക്കി വാർപ്പിന് കൂടുതൽ ആഴമുണ്ടാക്കിയാൽ മാത്രമേ വലിയ വലിയ കപ്പലുകൾക്ക് തുറമുഖത്ത് അടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് പഠിച്ച് കണ്ടെത്തി. അതിനാൽ തുറമുഖത്ത് മണ്ണുമാന്തി കപ്പൽ ഉപയോഗിച്ച് മണ്ണുമാന്തുകയും ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ചെങ്കൽപ്പാറകൾ പൊളിച്ചു മാറ്റുകയും ഒക്കെ വേണം. ആവശ്യമായ പാരിസ്ഥിതിക പഠനത്തിന് കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിച്ചതാണ്. നടപടി ഉടൻ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കേരളം. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന മണ്ണുമാന്തൽ പാറപൊട്ടികൾ പ്രവർത്തനത്തോടെ മാത്രമേ ബേപ്പൂർ തുറമുഖം വികസന പാതയിലേക്ക് വരികയുള്ളൂ. 11.8 കോടിയുടെ ഫണ്ടും ഭരണാനുമതിയും മണ്ണുമാന്തൽ പ്രക്രിയ പൂർത്തിയാക്കാൻ ലഭിച്ചു. പക്ഷേ പാരിസ്ഥിതിക പഠന റിപ്പോർട്ട് ലഭിച്ചാലേ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് കൊച്ചിയിൽ നിന്ന് മാത്രമാണ് കപ്പൽ സർവീസ് ലഭിക്കുന്നത്. എന്നാൽ മുൻപ് ബേപ്പൂർ തുറമുഖത്ത് നിന്ന് ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തിയിരുന്ന യാത്രാ കപ്പലുകളും ചരക്ക് കപ്പലുകളും പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും സർക്കാർ വളരെ വേഗത്തിലാക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. നേരത്തെ 1.6 ലക്ഷം ടൺ ചരക്ക് കൈകാര്യം ചെയ്തിരുന്ന ബേപ്പൂർ തുറമുഖം കഴിഞ്ഞ തവണ അത് 1.1 ലക്ഷം ടൺ ചരക്കിലേക്ക് കുറഞ്ഞു. ഇതിന് കാരണം തന്നെ ബേപ്പൂർ തുറമുഖത്തേക്ക് വലിയ കപ്പൽ കമ്പനികൾ ചരക്ക് കൊണ്ടുവരാൻ തയ്യാറാകാത്തതാണ്. എന്നാൽ ആ ആശങ്കകളെല്ലാം പരിഹരിച്ച് കണ്ടെയ്നർ കപ്പലുകൾ തുറമുഖത്തിൽ വരാനും തീരദേശ ചരക്ക് കപ്പലുകൾ സർവീസ് തുടങ്ങാനുമാണ് ആദ്യം തന്നെ VD സതീശൻ പദ്ധതിയിടുന്നത്. അതിൻ്റെ ഭാഗമായി ചർച്ചയിൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ ഹരി അച്യുത വാര്യർക്ക് പുറമെ പ്രധാനപ്പെട്ട തുറമുഖ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. അതായത് ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറഞ്ഞതുപോലെയാണ് പതിറ്റാണ്ടുകളായി CPM നേതാക്കൾ മാത്രം MLA-മാരാകുന്ന ഒരു മണ്ഡലത്തിൽ അവരിൽ പലരും മന്ത്രിമാരായിരുന്ന സാഹചര്യമുണ്ടായിട്ടും അവസാനം പിണറായിയുടെ മരുമകൻ്റെയും പ്രത്യേക സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ടും ബേപ്പൂരിൻ്റെ സ്വപ്നമായ തുറമുഖം ഉണ്ടാക്കാൻ VD സതീശനും UDF-ഉം തന്നെ വേണ്ടി വന്നു.